യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പക്ഷേ ഇന്നവൻ മക്കളെ കാണണമെന്ന് പറഞ്ഞതേ അവന്റെ മനസ്സിൽ തെറ്റിയ. ഒന്നുകൊണ്ടുപോയി കാണിച്ചിട്ട് ഇന്ന് തന്നെ മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷേ കേൾക്കുമ്പോ വിഷമമുണ്ട് ബാല. ഒരച്ഛന് സ്വന്തം മക്കളെ കാണാൻ കരഞ്ഞു പറയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ അവൻ ഉണ്ടാക്കി വെച്ചതല്ലേ അച്ഛാ, അനുഭവിക്കട്ടെ. ഞാൻ എന്തായാലും ചീരുവിന്റെ കയ്യിലെ മക്കളെ കൊടുത്തു വിടും. അമ്പിളി, ബാലന്റെ മുഖത്ത് നോക്കി നീ ഇങ്ങനൊന്നും പറയരുത്. ആർച്ചമോളുടെയും ഭദ്രമോളുടെയും കാര്യത്തില് നമ്മളെക്കാൾ അധികാരം ബാലനുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അച്ഛാ. രണ്ടു കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ബാലനങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? അതാ ചീരൂടി വരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അത് ശരിയാണല്ലോ. അല്ല, ഈ രണ്ടുപേരും ഒറ്റയ്ക്ക് ഞാനെങ്ങനെ കൊണ്ടുപോകും? അല്ല, ഒരു വണ്ടി വിളിച്ചെന്നാ. അയ്യോ, അതൊക്കെ റിസ്ക് അങ്കിൾ. മക്കളെ വണ്ടിയിലിരുത്താനൊന്നും ആയിട്ടില്ല. അവരെ കയ്യിൽ തന്നെ എടുക്കണം. ഒരു കാര്യം ചെയ്, അച്ഛനും കൂടി ബാലനങ്ങളുടെ കൂടെ പോയിക്കോ. എന്നിട്ട് കുഞ്ഞുങ്ങളെ വിനയനെ കാണിച്ചിട്ട് ആ വണ്ടിയിൽ തന്നെ അച്ഛനും ബാലനങ്ങളും തിരിച്ചു വന്നാ മതിയല്ലോ. അത് ഞാൻ ഇല്ല അമ്പിളി. വിനയന്റെ മുമ്പിലേക്ക് തൽക്കാലം ഞാനില്ല. അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊന്നും ഈ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ലെന്ന് നിനക്കറിയില്ലേ അമ്പിളി? ബാലിന് വിഷമമൊന്നും തോന്നരുത്. അവസാനമായി ഞാൻ അവിടെ വന്നപ്പോ പോലും മനസ്സ് കരഞ്ഞുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതാ. എനിക്കറിയാം പക്ഷേ, എല്ലാം എനിക്കറിയാം. അവൻ ചെയ്ത പാവത്തിന്റെ ഫലം ഇപ്പോ ഞാനും കൂടി അനുഭവിക്കുന്നത്. ഇനി അതും പറഞ്ഞ് രണ്ടുപേരും വിഷമിക്കണ്ട. അങ്കിൾ ഇരിക്കെ, ഞാൻ പെട്ടെന്ന് റെഡിയായി മക്കളെയും കൊണ്ട് അങ്കിളുടെ ഒപ്പം വരാം. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? മോളെ, ബാല്യനിക്കും അമ്പിളി വരും, അതാ നല്ലത്. ഒന്ന് രണ്ട് സാധനങ്ങള് ഇവിടുത്തെ കടയിൽ നിന്ന് കിട്ടിയില്ല ഭാനുവമ്മേ. അനുചേച്ചി ഇന്ദ്രൻ സാറിനോട് പറഞ്ഞ് വാങ്ങിപ്പിക്കായിരിക്കുമല്ലേ? എന്തിനാ അനുചേച്ചിയോട് പറഞ്ഞ് ഇന്ദ്രനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്? നീ തന്നെ സത്യനോട് വിളിച്ചു പറഞ്ഞ അവൻ വാങ്ങിച്ചോണ്ട് വരില്ലേ? അയ്യോ, സത്യൻ സാറിനോട് ഞാൻ എങ്ങനെ പറയാനാ? ഇത് ഓഫീസ് കാര്യമല്ലല്ലോ, വീട്ടിലെ കാര്യമല്ലേ. നീ ഇപ്പൊ അവന്റെ വീട്ടിലല്ലേ ഉള്ളത്. വീട്ടിൽ വരുമ്പോ നീ അവനെ സാറേന്ന് വിളിക്കാതെ സത്യേട്ടാന്ന് വിളിച്ചാ മതി. പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? അല്ല, നീ നിന്റെ വീട്ടിൽ ആഹാരമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അതോ ഇവിടെ ഒരു പരീക്ഷണം നടത്തി നോക്കാന്ന് കരുതിയോ? ഏയ്, പാചകം എനിക്ക് ഇഷ്ടാ ഭാനുവമ്മ. ഭാനുവമ്മ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അഭിപ്രായം പറയേണ്ടത് ഞാനല്ല, സത്യനും ഇന്ദ്രനുമാ. അവർക്കിഷ്ടപ്പെട്ട ഇന്നവിടെ പല തീരുമാനങ്ങളും ഉണ്ടാവും. എന്ത് തീരുമാനം? എന്നെ ഓഫീസിലെ ജോലിന്ന് മാറ്റി വീട്ടിലെ ജോലിക്ക് നിർത്തോ? നിർത്തിയാ നീ നിക്കില്ലേ? ഭാനുവമ്മ ഓരോന്ന് പറഞ്ഞെന്നെ ഇങ്ങനെ കളിയാക്കണ്ട. അച്ഛനും സുശീല ആന്റിയും അടുത്ത ബന്ധുക്കളാണെങ്കിലും ആന്റി ഒരിക്കലും ഞങ്ങളെ അംഗീകരിക്കത്തില്ല. ഇപ്പൊ തന്നെ ആന്റി വീട്ടിലില്ലാത്തോണ്ടാ ഞാൻ വന്നതുപോലും. സത്യം പറഞ്ഞ ഓഫീസിലെ ജോലിന്ന് പോലും എന്നെ പിരിച്ചുവിടുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നിട്ട് പിരിച്ചുവിട്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഇതേ വീട്ടില് നീ എത്തി. ഇനി അനു ഇന്ദ്രനും തീരുമാനിക്കും നിന്നെ വീട്ടിൽ തന്നെ നിർത്തണോ അതോ വീണ്ടും ഓഫീസിലേക്ക് വിടണോന്ന്. എല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ മുമ്പിൽ അഭിനയിക്കല്ലേ? അയ്യോ, ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. വേഗം നടക്കാ ഭാനുവമ്മേ. അവിടെ ചെന്നിട്ട് വേണ്ടേ ആഹാരം ഉണ്ടാക്കാൻ? വേഗം നടന്നോ. നിന്റെ അത്ര സ്പീഡൊന്നും എനിക്കില്ല. ഞാൻ പുറകെ വന്നോളാം. നടന്നോ.
ഒന്ന് ബെല്ലടിച്ചു. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നേ? അച്ഛന്റെ ആർച്ചമോളും ഭദ്രമോളും അല്ലേ? വാവേ, അച്ഛൻ മക്കളെ ഒന്ന് കണ്ണു നിറച്ച് കാണട്ടെ. ഉമ്മാ. ചുക്കുരു, ചക്കര. അമ്പിളി മുത്തയുടെ വീട്ടിൽ പോയപ്പം അച്ഛനെയും മുത്തച്ഛനൊക്കെ മറന്നു അല്ലേ? അച്ഛൻ വിചാരിച്ചത് മക്കൾ അച്ഛനെ കാണാൻ വരില്ല എന്നാ. ഇപ്പൊ അച്ഛന് സന്തോഷായി. അങ്കിള് വിനയന് മക്കളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, വിനയന് മക്കളോടുള്ള സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞു. ആ, വരൂ അമ്പിളി ചേച്ചി, അങ്ങോട്ടിരിക്കാം. എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്റെ പൊന്നുമക്കൾ എന്തായാലും അച്ഛനെ മറന്നില്ലല്ലോ. എനിക്കത് മതി. ഞാൻ വിചാരിച്ചത് നിങ്ങളും നിങ്ങളുടെ അമ്മയെ പോലെ അച്ഛനെ ചവറുപോലെ വലിച്ചെറിഞ്ഞ് പോവുന്ന. ആ, പിന്നെ എന്തൊക്കെയുണ്ട് അമ്പിളി ചേച്ചി വിശേഷങ്ങള്? രഘുവേട്ടന് സുഖം തന്നെയല്ലേ? അതെന്താപ്പാ, സുഖമാണെങ്കിൽ അത് കുറച്ച് സന്തോഷത്തോടെ പറഞ്ഞോട്ടെ ചേച്ചിക്ക്. ആ, നിങ്ങൾക്കൊന്നും ഞങ്ങളെ ഒന്നും വന്ന് നോക്കാൻ പോലും സമയമില്ലല്ലോ. അതെന്താ വിനയ നീ അങ്ങനെ പറഞ്ഞേ? നീ ഹോസ്പിറ്റലിലായിരുന്നപ്പോ ഞാനും രഘുവേട്ടനും മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ ബോധമില്ലാതെ കിടക്കുമ്പോഴായിരിക്കും. അതിന് ശേഷവും ഞാൻ ഇതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നല്ലോ. അത് പിന്നെ പലതവണ വരാൻ ഇറങ്ങിയതാ വിനയ. അപ്പോഴൊക്കെ ഒരു ഓ, ഇതിലും വലിയ വേറെ കാര്യങ്ങളൊക്കെ വന്നു കാണും അല്ലേ? എന്ത് ചെയ്യാൻ, എന്റെ ഭാര്യക്ക് എന്നോടൊരു മതിപ്പുണ്ടായാലല്ലേ ബാക്കിയുള്ളവർ ആ മര്യാദ തരൂ. എടാ, വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് വീട്ടിൽ വന്ന് കയറി വെറുപ്പിക്കല്ലേ. നിന്നെ ആര് കാണാൻ വന്നാലും ഇതാ അവസ്ഥ. പോട്ടെ അങ്കിളെ, വിട്. വിനയൻ അവന്റെ അവസ്ഥയിൽ ഓരോന്ന് പറഞ്ഞു പോയതാ. കണ്ടോ, ചേച്ചിക്ക് എന്റെ അവസ്ഥ മനസ്സിലായി. നിങ്ങൾക്കും നിങ്ങളുടെ മരുമകൾക്കും മാത്രം അത് കാണാനുള്ള കണ്ണില്ല. ആ, പിന്നെ അമ്പിളി ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചീരു നിങ്ങളുടെ സ്വന്തം അനിയത്തി തന്നെ അല്ലേ? എന്താ അച്ഛനും അമ്മയൊക്കെ ഒന്ന് തന്നെ അല്ലേ എന്ന്? അല്ല, നിങ്ങളുടെ ഒന്നും ഒരു ഗുണം അവക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഈ അച്ഛൻ അവളെ വഴിയിൽ നിന്ന് കിട്ടിയൊന്നും അല്ലല്ലോ. വിനയ, പറയുമ്പോ നിനക്കൊന്നും തോന്നരുത്. ചീരുവിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അവള് നിന്റെ കൂടെ വന്നതിന് ശേഷം ഉണ്ടായതാ. ഞങ്ങളുടെ അനിയത്തി എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പരസ്പരം വിട്ടുകൊടുക്കാതെയുള്ള സഹോദരിയുടെ സ്നേഹമൊക്കെ നല്ലതാ. പക്ഷെ അനിയത്തിയുടെ ഭാഗത്തൊരു തെറ്റുണ്ടായ അത് തിരുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ചേച്ചിക്കുണ്ട്. നിങ്ങളോ അനുപമയോ ദയോ സ്വന്തം ഭർത്താവിനെ എവിടെയെങ്കിലും താഴ്ത്തിക്കെട്ടി സംസാരിച്ചിട്ടുണ്ടോ? പോട്ടെ, തെറ്റായ ഒരു വാക്ക് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയാറുണ്ടോ? പിന്നെ ഞാൻ നിർത്ത്. ഇതിനാണോ നീ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം കാണിക്കണം എന്നൊക്കെ പറഞ്ഞത്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഇതുപോലെ നിങ്ങൾ എല്ലാത്തിനും കയറി ഇടപെടുന്നത് കൊണ്ടാ ചീരുവിന് എന്തും കാട്ടാനുള്ള ധൈര്യം കിട്ടിയത്. ഇപ്പൊ ഞാൻ പറയുന്ന എന്തെങ്കിലും അവള് അനുസരിക്കുന്നുണ്ടോ? അമ്പിളി ചേച്ചിയോട് പറഞ്ഞ ഇവര് ചിലപ്പോ അനിയത്തിയെ ഉപദേശിച്ച് നേരെയാക്കിയെങ്കിലും ഒന്ന് കരുതിയാ അതും സമ്മതിക്കില്ല വെച്ചാ. ആ, അപ്പൊ പിന്നെ നമ്മൾ എവിടെയാ ചേച്ചി പറഞ്ഞു നിർത്തിയത്? ആ, ഭർത്താക്കന്മാരുടെ കാര്യം. ഈ രഘുവേട്ടൻ പണ്ട് ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നൊക്കെ മറ്റാരെക്കാളും നന്നായിട്ട് അമ്പിളി ചേച്ചിക്ക് അറിയാലോ. എന്നിട്ട് ആ മനുഷ്യനെ ചേച്ചി എന്തെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ?